മദ്യദുരന്തം. മനുഷ്യ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ചിലതാണ് മദ്യവും ചൂതും. മദ്യപാനവും ചൂതാട്ടവും ഇസ്ലാം വിലക്കിയിരിക്കുന്നു. മദ്യപാനം മനുഷ്യന്റെ പ്രജ്ഞയെ തകർക്കുന്നു. അധാർമികതയും അക്രമങ്ങളും മൂല്യശോഷണവും ഉണ്ടാകുന്നു. ശരീരത്തിനെയും സമ്പത്തിനെയും നശിപ്പിക്കുന്നു. കുടുംബം തകർക്കുന്നു. സമൂഹത്തിൽ നിന്ദ്യനാക്കി തീർക്കുന്നു. വാഹനാപകടങ്ങൾ മുഖേന മനുഷ്യർ കൊല്ലപ്പെടുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. രാഷ്ട്ര പുരോഗതിക്ക് തടസ്സമാകുന്നു. അതിനാൽ മദ്യവും ചൂതാട്ടവുമില്ലാത്ത ഒരു സമൂഹ സൃഷ്ടിയാകണം നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ 1984-85 വർഷത്തിൽ കുടിച്ചുതീർത്ത മദ്യം 55.46 കോടി രൂപയുടെ ആണെങ്കിൽ 2007-2008 വർഷത്തിൽ അത് 2600 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. കേരളം ഇന്ന് മദ്യത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രം മദ്യത്തിന്റെ 2700 ബ്രാൻഡുകൾ വിറ്റുപോകുന്നു. മദ്യം വഴി ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് ഓഫ് ലിവർ എന്നീ മാരക രോഗങ്ങൾ ബാധിക്കുന്നു. മദ്യം തിന്മകളുടെ മാതാവാകുന്നു. അമിതമായാൽ ലഹരിയുണ്ടാക്കുന്നതിന്റെ അല്പവും നിഷിദ്ധമാണെന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അരുളിയിരിക്കുന്നു. വിശ്വസിച്ചവരെ, മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക പ്രവൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാണ്. അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ വിജയിച്ചേക്കാം. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുവാനും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആ തിന്മകളിൽ നിന്ന് വിരമിക്കാനൊരുക്കമുണ്ടോ? വിശുദ്ധ ഖുർആൻ